പെരിന്തൽമണ്ണയിൽ സിപിഎം ലീഗ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. മാനത്തുമംഗലം ബൂത്തിലെത്തിയ നജീബ് കാന്തപുരം എംഎൽഎയെ സിപിഎം പ്രവർത്തകർ തടഞ്ഞെന്നാരോപിച്ചാണ് സംഘർഷമുണ്ടായത്. പോളിംഗ് ബൂത്തിനകത്ത് എംഎൽഎ കടക്കാൻ ശ്രമിച്ചെന്നാണ് സിപിഎം പ്രവർത്തകരുടെ ആരോപണം. ജംഷീർ കൊടിഞ്ഞി ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. ജംഷീർ, എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ ദൃശ്യങ്ങളിൽ മർദ്ദനമേറ്റ് മുറിവേറ്റ ഫോട്ടോകളൊക്കെ കാണാനുണ്ട്. അതായത് പെരിന്തൽമണ്ണ എംഎൽഎ നജീബ് കാന്തപുരം അദ്ദേഹം ഈ ബൂത്തുകളിലൊക്കെ സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ പെരിന്തൽമണ്ണയിലെ മാനത്തുമംഗലം ബൂത്തിൽ എത്തിയത്. ഈ സമയത്താണ് ചില സിപിഎം പ്രവർത്തകർ എംഎൽഎ, അതായത് മറ്റു കോഴിക്കോട്ടുകാരനായ എംഎൽഎ അല്ലെങ്കിൽ മറ്റു നാട്ടിലുള്ള ഒരാൾ ഈ ബൂത്തിൽ ഇവിടെ ബൂത്തിൽ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ തടഞ്ഞപ്പോൾ അതിനെ എതിർത്ത് UDF പ്രവർത്തകർ രംഗത്ത് വന്നു. പിന്നീട് അതോടെയാണ് UDF LDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നതും കയ്യാങ്കളി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സിപിഎം പ്രവർത്തകർ പറയുന്നത് എംഎൽഎ ബൂത്തിനകത്തേക്ക് ഉള്ളിലേക്ക് കയറുകയായിരുന്നു എന്നുള്ളതാണ്. അതേസമയം മുസ്ലിം ലീഗ് പ്രവർത്തകർ പറയുന്നത് എംഎൽഎ ഈ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ പോളിംഗ് ബൂത്തിന്റെ പരിസരങ്ങളിൽ എല്ലാ പോളിംഗ് ബൂത്തിന്റെ പരിസരങ്ങളിലും സന്ദർശനം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഈ മാനത്തുമംഗലത്തും എത്തിയത്. പക്ഷേ അവിടെയുള്ള ചില സിപിഎം പ്രവർത്തകർ അദ്ദേഹത്തെ തടയുകയും അദ്ദേഹത്തോട് കയർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ ബൂത്തിൽ വെച്ച് അദ്ദേഹത്തെ തടയുകയും പിന്നീട് രണ്ടു കൂട്ടരും, അതായത് LDF UDF പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള ഒരു വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ശരി, ജംഷീർ കൊടിഞ്ഞിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.